ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ അർച്ചന അവന്തികയുടെ തന്ത്രങ്ങളെല്ലാം തകർത്തെറിയണമെന്ന തീരുമാനത്തിൽ ഉറച്ചു. അപ്പോഴാണ് അവസാന ദിവസത്തെ പൂജയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തി ഗോകുൽ രാവിലെ തന്നെ റെഡിയായി നിൽക്കുമ്പോഴേക്കും അർച്ചന എഴുന്നേറ്റിട്ടും ആകെ തളർന്ന അവശയായിരിക്കുന്നത് കണ്ട് ഗോകുൽ അരികിലേക്ക് എത്തി ചോദിച്ചു, എന്തു പറ്റിയ സമ്മർദ്ദം, താൻ റെഡിയാവുന്നില്ലേ എന്നന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഇന്ന് ഇത്രയും ദിവസത്തെ യാത്രയുടെയും പിന്നെ പൂജകളുടെയൊക്കെ ക്ഷീണം, അത് ഞാൻ വന്ന വഴിക്ക് ഗോകുലിനോട് പറഞ്ഞിരുന്നല്ലോ, അതാണ് ഈ ക്ഷീണമൊക്കെ എന്ന് അറിയിച്ചപ്പോൾ എങ്കിൽ കുഴപ്പമില്ലെന്നും വേഗം റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ പൂജയോടെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പൂജയോടെ എന്നേക്കുമായി അവസാനിക്കട്ടെ. അമ്മ പറഞ്ഞതുപോലെ ഈ പൂജ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീങ്ങി പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഗോകുൽ അവിടെ നിന്ന് പോകുമ്പോൾ ഗോകുലിന്റെ മനസ്സിൽ നിറയെ തന്നോടൊപ്പമുള്ള നല്ലൊരു ജീവിതമാണ് ആ മനസ്സ് നിറയെ ആഗ്രഹിക്കുന്നെങ്കിലും അങ്ങനെ ഒരു ജീവിതം തനിക്ക് നൽകാനാവില്ലല്ലോ എന്ന നിരാശ ആ നിമിഷം അർച്ചനയുടെ മനസ്സിനെ അലട്ടി. അർച്ചന അതെല്ലാം ഓർത്ത് വേദനയോടെ നിന്നു. പിന്നീട് അവിടെ സർപ്പക്കളത്തിൽ കളമൊരുക്കിയതിനു ശേഷം അവിടെ ഇരുന്ന പ്രാർത്ഥനയോടെ തന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പൂജാരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എന്തായാലും സർപ്പക്കളം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത്രയും നാളും ഈ പൂജകൾക്കായി ഇവിടെ കളമൊരുക്കിയിരുന്ന നന്നായി കളമൊരുക്കാൻ അറിയാവുന്ന കുട്ടി തന്നെയാണ് ഇത്തവണയും ഇവിടെ വന്ന് കളമൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സർപ്പക്കളത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നാഗദൈവങ്ങൾ ഓരോരുത്തരും വന്ന് ഈ കളത്തിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാവർക്കും അവരുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പൂജാരി അറിയിച്ചു. അതെല്ലാം കേട്ട് ഭക്തിയാദരവോടെ അവിടെ പൂജയ്ക്കായി വന്നെത്തിയ ഓരോരുത്തരും തന്റെ ഭർത്താക്കന്മാർക്കും തന്റെ സഹധർമ്മിണിമാർക്കുമൊക്കെ നന്മ വരണേയെന്നും അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് നീങ്ങണേയെന്നും എന്നും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമേ എന്നും അവർ പ്രാർത്ഥനയോടെ അവിടുത്തെ പൂജകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. അങ്ങനെ അവിടെ പീഠത്തിലേക്ക് വന്നിരുന്ന് അവർ ഉപവിഷ്ടരായി എല്ലാവരും പൂജാ കർമ്മങ്ങൾ അദ്ദേഹം ഉരുവിട്ട് ഇടുന്നത് പോലെ തന്നെ മന്ത്രങ്ങൾ ഏറ്റു പറയുകയും അദ്ദേഹം പറയുന്ന പൂജാവിധികൾ അതേപടി അനുസരിച്ച് അവരുടെ ആ ക്ഷേത്രത്തിൽ അവരെത്തിച്ചേർന്നതിന്റെ ആ ദമ്പതി പൂജയിൽ പങ്കെടുക്കാനായി ആഗ്രഹിച്ചതിന്റെ എല്ലാ പുണ്യവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരങ്ങനെ പ്രാർത്ഥനയോടെ ആ പൂജയുടെ അവസാന ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ മുഴുകി നിന്നു. അവിടെ പുള്ളുവൻ പാട്ടും നാഗക്കളവും എല്ലാം ഭംഗിയായി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മന്ത്രോച്ചാരണങ്ങൾ അവിടുത്തെ പൂജാരിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. എല്ലാവരും ആ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആ പൂജയിൽ മനം നിറഞ്ഞ് സന്തോഷത്തോടെ അങ്ങനെ അർച്ചനയിൽ ലയിച്ചു നിൽക്കുമ്പോഴാണ് അകത്തേക്ക് ഗോകുലും അർച്ചനയും കൂടി കയറിയെത്തിയത്. അങ്ങനെ ആ ക്ഷേത്രത്തിലെ അവിടുത്തെ ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ഹവസിൽ സർവ്വപാപങ്ങളും ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ നല്ല നിമിഷങ്ങളും അവർക്ക് ഉണ്ടായിരുന്ന ആ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാ ദുരിതവും ഒഴിഞ്ഞു പോകുന്നതിനായി അവിടെ നാഗദൈവങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാനായി എടുത്തു വെച്ചിരുന്ന ആ പൂർണ്ണകുംഭം കയ്യിലെടുത്തോളാനായി അവരോട് അറിയിച്ചു. അങ്ങനെ ആ പൂർണ്ണകുംഭം കയ്യിലെടുത്ത് അത് അവിടെ ആ നാഗത്തറയിലേക്ക് അത് മനസ്സിലുള്ള എല്ലാ ആധികളും വ്യാധികളും എല്ലാം അകന്നു പോകുന്നതിനായി നല്ലൊരു ജീവിതത്തിനായി പ്രാർത്ഥനയോടെ അത് ആ നാഗത്തറയിലേക്ക് സമർപ്പിക്കാനായി അറിയിച്ചു. അങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥനയോടെ അർച്ചന ആ പൂർണ്ണകുംഭം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ തൻ്റെ ശശിയേട്ടനും തനിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്നും എല്ലാം മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഗോകുലിനും നല്ല മനസ്സ് തോന്നണമെന്നും അങ്ങനെ നന്മയോടെ എല്ലാം ശുഭപര്യവസാനമാകണമെന്ന് പ്രാർത്ഥനയോടെ അർച്ചന തൊഴുകൈകളോടെ ആ പൂജാരി പറഞ്ഞതിന് പ്രകാരം ആ പൂർണ്ണകുംഭം ആ നാഗത്തറയിലേക്ക് സമർപ്പിച്ചു. എല്ലാം സമർപ്പിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രങ്ങൾ ഉരുവിട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ തളികയിലിരുന്ന ആ മാല, കറുകമാല, അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കഴുത്തിൽ അണിയിക്കുക എന്നതായിരുന്നു. അത് കേട്ടതോടെ ഓരോരുത്തരും അവരുടെ തളികയിലിരുന്ന ആ കറുകമാല കയ്യിലേക്ക് എടുത്തു. ഈ സമയത്ത് അവിടെ നിന്ന് മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മന്ത്രോച്ചാരണങ്ങൾ അങ്ങനെ കേട്ട് എല്ലാവരും കണ്ണുകൾ അടച്ച് അവിടുത്തെ പൂജാവിധികളിലും പൂജയിലും മനസ്സർപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ സിത്താരയുടെ മകളെ അപായപ്പെടുത്താനായി അവന്തിക തൻ്റെ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിരുന്നു. മൂർത്തിയും അവന്തികയും ചേർന്ന് സിത്താരയുടെ മകൾ എവിടേക്ക് പോകുന്നുവെന്നും അവരെ പിടികൂടാനായിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൃത്യമായി ഗുണ്ടകൾക്ക് അവളെ കാട്ടിക്കൊടുക്കാനായിട്ട് കാത്തുനിന്ന അവന്തികയും മൂർത്തിയും
അവിടെ നിൽക്കുന്ന കൃഷ്ണയെ കാണാനിടയായി. ഉടനെ തന്നെ ഗുണ്ടകളോട് അവളെ പിന്തുടർന്ന് ചെന്ന് അവളെ പിടികൂടണമെന്ന് അവർ പറയുന്നു. അങ്ങനെ കൃഷ്ണയുടെ പിന്നാലെ അവർ പോകുമ്പോൾ ഈ സമയത്ത് അർച്ചന അത് കൃത്യമായി കാണുകയായിരുന്നു. കൃഷ്ണയെ കണ്ട് അർച്ചന പിന്നാലെ ചെന്ന് ആ ഗുണ്ടകൾ എന്താ ചെയ്യുന്നതെന്നറിയാനായി പിന്നാലെ പോകുന്ന നേരത്ത് അവിടെ സർപ്പത്തറയിൽ മന്ത്രങ്ങൾ അങ്ങനെ മുഴങ്ങി കേൾക്കുന്നതിനിടയിൽ അവിടെ തെളിഞ്ഞു വരുന്ന ആ നാഗദൈവങ്ങളുടെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന നാഗദൈവങ്ങളുടെ അനുഗ്രഹം സ്വീകരിക്കാനായി ഓരോരുത്തരും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥനയോടെ കാത്തു നിൽക്കുകയായിരുന്നു. ആ നിമിഷത്തിൽ അർച്ചന അവന്തികയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ആപത്തൊന്നും സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി നിന്നപ്പോൾ അർച്ചന വേഗം ആ ഗുണ്ടകളുടെ പിന്നാലെ പോകുന്നു. ഗുണ്ടകൾ കൃഷ്ണയെ പിടികൂടി അവിടെയുള്ള ഒരു മുറിയിലേക്ക് അവർ കൃഷ്ണയെ കൊണ്ടുചെന്ന് ഇടുകയും പുറത്തു വന്ന് അവർ ആ റൂം പൂട്ടി ലോക്ക് ചെയ്ത് താക്കോലിട്ട് താഴിട്ട് പൂട്ടുകയും ചെയ്തു. എന്നിട്ട് ഗുണ്ടകൾ അവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് അകപ്പെട്ടു പോയ കൃഷ്ണ അവിടെ നിന്ന് ഉറക്കം നിലവിളിച്ചു. ആരെങ്കിലും വരണേ, തന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും ആ ബഹളം കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയത് അർച്ചനയായിരുന്നു. അർച്ചന വാതുക്കലെത്തി, പേടിക്കേണ്ട കൃഷ്ണ, ഞാനിവിടെ ഉണ്ട് എന്ന് അർച്ചന ഉറക്കെ പറഞ്ഞു. ഉടനെ തന്നെ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുക അർച്ചനച്ചി എന്ന് പറഞ്ഞത്, ശരി ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് വേഗം പുറത്ത് താഴൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചപ്പോൾ അവിടെ കിടന്ന ഒരു കരിങ്കൽ എടുത്തുകൊണ്ട് വന്ന് അർച്ചന ആ താഴ് ഇടിച്ച് അതിന്റെ ലോക്ക് തുറക്കുന്നു. അങ്ങനെ ആ താഴ് തുറന്നതും കൃഷ്ണയെ അവിടെ നിന്ന് അർച്ചന രക്ഷപ്പെടുത്തി. കൃഷ്ണയെ പുറത്തേക്ക് കൊണ്ടതും അവരാരാണെന്ന് അന്വേഷിച്ചപ്പോൾ തനിക്കറിയില്ല എന്നും ആരൊക്കെയാണ് ഇവിടെ വന്നതെന്ന് തനിക്കറിയില്ല എന്ന് ആശങ്കയോടെ കൃഷ്ണ മറുപടിയും നൽകി. വേഗം തന്നെ അർച്ചന പെട്ടെന്ന് പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് തിരികെ ഓടിയെത്തുകയാണ്. അവിടെ പൂജാവിധികൾ നടക്കുന്ന സ്ഥലത്തേക്ക് തിരികെ വരുമ്പോഴേക്കും ഇതിനിടയിൽ ഗുണ്ടകൾ കൃഷ്ണയെ കാണാതായപ്പോൾ അവിടെ വന്ന ചില ആളുകളുമായി ഏറ്റുമുട്ടുന്നു. അവരോട് ബഹളം വെച്ച് അവരുമായി അടിയുണ്ടാക്കുന്നതിനിടയിൽ ആ ഓട്ടത്തിനിടയിൽ ചില ഗുണ്ടകൾ വേഗം ക്ഷേത്രത്തിലേക്ക് ഓടി വന്ന് കയറി. ആ ഗുണ്ടകൾ ഓടി അകത്തേക്ക് കയറിയ തക്കത്തിന് അവിടെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ പൂജകൾ നടക്കുന്നതിനിടയിൽ ആ കറുകമാലയും കയ്യിൽ പിടിച്ചിരുന്ന അർച്ചനയുടെ അരികിലേക്കാണ് അതിൽ ഗുണ്ടകളിൽ ഒരാൾ വന്ന് വീഴുന്നത്. പെട്ടെന്ന് അർച്ചനയും ഗോകുലും അവിടുന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും അർച്ചനയുടെ കയ്യിലിരുന്ന ആ കറുകമാല അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗുണ്ടകളിൽ ഒരാൾ ആ മാല പിടിച്ചു ഇങ്ങോട്ട് താടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ പിടിച്ച് വലിക്കുമ്പോഴേക്കും അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ കറുകമാല നേരെ അവിടെ ഇതെല്ലാം കണ്ടു നോക്കി നിന്ന സച്ചിയുടെ കഴുത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. അർച്ചന ആ മാല ഗോകുലിന്റെ കഴുത്തിലിടാൻ മടി കാണിച്ചങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ധന്യ മുഹൂർത്തത്തിന് അർച്ചന സാക്ഷിയാവുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നോക്കി നിന്ന സച്ചിയുടെ കഴുത്തിലേക്ക് തന്നെ ഈ പൂജകളുടെ എല്ലാം അവസാന ചടങ്ങായ ആ കറുകമാല കൃത്യമായി അർച്ചനയുടെ കഴുത്തിൽ ചെന്ന് വീണത്. സച്ചി ആ മാല ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ഈ ചടങ്ങുകൾക്കൊക്കെ അർച്ചനയുടെ ഈ വഴിപാടുകൾക്ക് മംഗളകരമായ നല്ലൊരു ധന്യ മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞ സന്തോഷത്തിൽ സച്ചി ആ മാല ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഗോകുൽ വേഗം അവിടുത്തെ ആ അന്തരീക്ഷം ആകെ അലങ്കോലമായതുകൊണ്ട് അർച്ചന അരികിലേക്ക് എത്തി അർച്ചനയെ വിളിച്ചുകൊണ്ടിറങ്ങുന്നു. ഗോകുലിനെയും കൂട്ടിയും പൂജാരി അവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ സച്ചി അർച്ചനയെ തന്നെ അങ്ങനെ ഉറ്റുനോക്കുന്നത് കണ്ട് അർച്ചന പതിയെ സച്ചിയുടെ അരികിലൂടെ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ സച്ചി ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ അർച്ചനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. തന്റെ കഴുത്തിൽ വീണ ആ കറുകമാല അത് ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സച്ചി അർച്ചനയെ നോക്കുമ്പോൾ താൻ ഇത്രയും ദിവസം നടത്തിയ പൂജകളുടെയും വഴിപാടുകളുടെയും ഒക്കെ ഒരു മംഗള മുഹൂർത്തം അവസാനം അങ്ങനെ ഒരു പര്യവസാനം ഉണ്ടായത് അത് നാഗങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടും നാഗങ്ങൾക്ക് സത്യമുള്ളത് കൊണ്ടുമാണ് എന്ന സന്തോഷത്തിൽ അർച്ചന നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമ്പോൾ അവിടെ ഗുണ്ടകളെ വിളിച്ചു വരുത്തി അവിടുത്തെ പൂജകളൊക്കെ അലങ്കോലമാക്കി അതോടൊപ്പം തന്നെ കൃഷ്ണ എന്ന പെൺകുട്ടിയെ സാധു പെൺകുട്ടിയെ അപായപ്പെടുത്താനായി തീരുമാനിച്ച അവന്തികയുടെ ആ നീക്കങ്ങൾ അത് സത്യമുള്ള ആ നാഗദൈവം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ നാഗത്തറയിലേക്ക് ക്ഷേത്രത്തിലേക്ക് അബദ്ധവശാൽ കയറി വന്ന അവന്തിക ആ നാഗത്തറയിൽ പ്രത്യക്ഷപ്പെട്ട ദേവനാഗത്തെ കാണാനിടയായി. അതിനുശേഷം ആ കാഴ്ച കണ്ടതോടെ ഭയന്ന് വിറച്ച് അർച്ചന അവന്തിക ബോധം കെട്ട് നിലത്തേക്ക് വീണു. ഈ സമയത്ത് അരികിലേക്ക് ഓടിച്ചെന്ന് ആ സർപ്പം തന്നെ ദംശിക്കുമെന്നുള്ള ഭയത്തിൽ പേടിച്ചേരണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവന്തിക. ഉടനെ നാഗം അരികിലേക്ക് ഇഴഞ്ഞു വരുന്നു എന്ന് കണ്ടപ്പോഴേക്കും ബോധം കെട്ട് നിലത്ത് വീണ അവന്തികയ്ക്ക് പിന്നെ ഒരല്പം പോലും ചലനമില്ലാതെ ഭയന്ന് വിറച്ച് ടെൻഷനേറി നിലത്ത് വീണ നിശ്ചലയായി കിടക്കുന്നു അവന്തിക.